ഹായ്, ഞാൻ ഷീമ. ഇന്ന് വെറുതെ ഒന്ന് ബ്രോഡ്വേ വരെ കറങ്ങിയതാണ് കേട്ടോ. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിലെ ജോലികളൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ ടയേർഡായി. അപ്പോൾ സിംസിനോട് പറഞ്ഞു എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ്. അപ്പോൾ സ്കോട്ട്ലൻഡിൽ വെസ്റ്റേൺ നാളെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോയി മുടിയൊക്കെ വെട്ടിച്ച് അവർ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ ഇത്തിരി ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ പോയത്. സൺഡേ ബ്രോഡ്വേ പോയാൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ വഴിയിൽ വിൽക്കുന്നതുണ്ടാവും കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്ത് സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു ഷോപ്പിൽ കാണുന്ന ബാഗുകളാണ് കേട്ടോ ഇങ്ങനെ വിൽക്കുന്നതൊക്കെ. ചില ഷോപ്പുകളൊക്കെ സൺഡേ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഷോപ്പിലും കയറി വാങ്ങിക്കാൻ പറ്റും. പിന്നെ നല്ല തിരക്കുണ്ടാവും അത്യാവശ്യം. സൺഡേ ആയതുകൊണ്ട് തന്നെ ഹിന്ദി ചേട്ടന്മാരൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ അവരുടെ ദിവസം ഒന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളേതോ നോർത്ത് ഇന്ത്യയിലത്തെ ഒരു ഫീലായിരിക്കും. എവിടെ നിന്ന് മലയാളം അങ്ങനെ കേൾക്കില്ല, ഹിന്ദി ഭാഷയായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കുക. പിന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡൊക്കെ ഉണ്ട് ഇങ്ങനെ വിൽക്കുന്നത്, തലയിൽ വയ്ക്കുന്ന ആക്സസറീസ്. ഈ ഒരു പൗഡറിൻ്റെ മണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലേ. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഇല്ല. കാരണം അവർ എല്ലാം കണ്ട് വളരണം. നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടില്ല, കാണുന്നത് കുറവല്ലേ. പിന്നെ ഒരു ബുക്ക് കിട്ടിയാൽ പോലും അതിൻ്റെ പുറം ചട്ട എന്താണെന്ന് നോക്കാൻ പോലും നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുക്ക് മേടിച്ചുകൊണ്ടൊന്ന് വെച്ചാൽ പോലും തന്നെ അവർക്ക് നോക്കാൻ താല്പര്യമില്ല അല്ലേ. ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശത്തിലൊന്നും പോയതൊന്നുമല്ല, വെറുതെ ചുമ്മാ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊന്ന് ചായയൊക്കെ കുടിച്ചു, അങ്ങനെ ഒന്ന് കറങ്ങി അടിച്ച് വന്നു. അപ്പോൾ അവിടെ മേനകയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ സ്മാർട്ട് ബസാറും സിൽക്കോണും എല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എല്ലാം പർച്ചേസ് ചെയ്ത് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ എവിടെ ചെന്നാലും ബ്രോഡ്വേ ടച്ച് ചെയ്യാണ്ട് പോവാറില്ല.